ഭൗതികത ആത്മീയതക്കെതിരല്ല, ആത്മീയത ഭൗതികതക്കെതിരല്ല. ഭൗതികതയെ ഭൗതികത കൊണ്ട് തന്നെ നേരിടണം, ആത്മീയതയെ ആത്മീയത കൊണ്ട് തന്നെ നേരിടണം. അതാണ് കറകളഞ്ഞ ആത്മീയത, അതാണ് ഇസ്ലാം, അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. രോഗം വന്നാൽ ചികിത്സിക്കണം. പ്രസവം അതൊരു രോഗമല്ല. അതേസമയം ഒരു മനുഷ്യന്റെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ജീവന്റെ സുരക്ഷ അതിപ്രധാനമാണ്. മനുഷ്യന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഹിദായത്ത്. ആ ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് മനുഷ്യന് ആഫിയത്ത്, ആരോഗ്യം. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളോട് പറയുന്നു, ഏറ്റവും നല്ല ചികിത്സ നടത്തേണ്ട സമയത്ത് ഏറ്റവും നല്ല ചികിത്സ, കുറ്റമറ്റ ചികിത്സ നടത്തണം. ആരോഗ്യം, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി, ഈ ഭൗതിക ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിന് പരിരക്ഷ കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം, നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് ആ സിറാജുദ്ദീൻ ഉസ്താദിന്റെ ഭാര്യ മൗത്തായപ്പോ ഇവരിങ്ങണ്ട് ഇറങ്ങിക്കുക, പച്ച നുണയും പറഞ്ഞിട്ട്. എന്നിട്ട് ഇവര് വലിയ ശാസ്ത്രീയതാണ് ആൾക്കാർ. അവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാനോ ഒന്ന് വെച്ചോടുക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ട് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം. ചേർന്ന് നിൽക്കാൻ പ്രചോദനം നൽകുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. മുസ്ലിം പണ്ഡിതന്മാർ അതിന് പ്രചോദനം നൽകണ, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. തുടരട്ടെ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ, അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ, മർക്കസിന് കീഴിലടക്കം ധാരാളം ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ പ്രസവങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. നിങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. നിങ്ങളെ പ്രസ്ഥാനം, നിങ്ങളെ സംഘടന, നിങ്ങളെ ജമിയത്തുൽ ഉലമ, നിങ്ങളെ കീഴ്ഘടകം, നിങ്ങളെ മർക്കസ്, അതിന്റെ കീഴിൽ കുറെ ഹോസ്പിറ്റലിനൊക്കെ തറക്കല്ലിട്ടായിരുന്നു. സ്വപ്നനഗരിയിൽ ഒരു തറക്കല്ലിട്ടല്ലോ, ദേവഗൌഡനെ കൊടുത്തിട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിനടക്കം പറ്റിച്ച കൗമപരി. ഇവർക്ക് ആരെ പറ്റിക്കാൻ പേടിയെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കൊടുത്തിട്ട് തറക്കല്ലിട്ട് എങ്ങനെ ഹവേലപ്പോ എവിടെയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതിൽ കോടികൾ നിങ്ങൾ പിടുങ്ങിയില്ലടോ. എന്തൊക്കെ തട്ടിപ്പ് നടത്തി. നിങ്ങളെ ഹോസ്പിറ്റലിൽ പറയിപ്പിക്കണ്ട. കാന്തപുരം എ പി ഔക്കർ മുസ്ലിയാരുടെ നാടിന്റെ അടുത്തുള്ള സ്ഥലല്ലേ പൂനൂര്. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ? ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്താപ്പോ? ആ ഹോസ്പിറ്റൽ ഇപ്പൊ ആരെ കയ്യില? എന്തിനാ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്? ഇസ്ലാമിക സംസ്കാര പ്രകാരം മുസ്ലിം പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞിട്ട് ആ ജനങ്ങളെ കയ്യിൽ നിന്ന് നാടിന്റെ പൊതുവായ വികസനം എന്നും പറഞ്ഞിട്ട് എല്ലാരെ കയ്യിൽ നിന്നും വാങ്ങിയില്ലടോ. 25,000 രൂപ വരെ നിങ്ങൾ വാങ്ങിയില്ലേ? എന്നാ ഹോസ്പിറ്റൽ ആരെ കയ്യില? ഇന്ന് ആ ഹോസ്പിറ്റൽ നിങ്ങളെ പുതിയ കൂട്ടുകാർ വഹാബിക്ക് നിങ്ങൾ ലീസിന് കൊടുത്തില്ലേ? ആ ഹോസ്പിറ്റലിന്റെ മറവില് ഇന്റർനാഷണൽ ബിസിനസ്മാനായ ഹക്കീം മൗലവി കാട്ടിക്കൂട്ടിയ മനുഷ്യർക്കിടയിൽ പറയാൻ പറ്റാത്ത കാമവേളികളുടെ വൃത്തികെട്ട കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇവിടെ വളരെ ശക്തമായ രൂപത്തിൽ പ്രചരിച്ചില്ലേ? എന്താ ഫാർമസിസ്റ്റിനെ അവരും അവരുടെ ഭർത്താവും തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെ മുതലെടുത്ത് പിന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥയോ മറ്റെന്തൊക്കെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ കേട്ടതാ നമ്മള്. എന്നിട്ട് അവസാനത്ത് ഒതുക്കാൻ ഈ ഹോസ്പിറ്റലിന് പിരിച്ച ക്യാഷിൽ നിന്ന് 25 ലക്ഷം ചെലവഴിച്ചില്ലേ? നിങ്ങളെ ഹോസ്പിറ്റൽ നടത്തിന് പൂര്യങ്ങളോട് മതിയാക്കി തരും. നിങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്കാരല്ലേ? പ്രസവത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരങ്ങളില്ലേ? നിങ്ങൾ ശാസ്ത്രീയതയുടെ ഉത്തുംഗ സോപാനത്തിൽ ആനയിക്കുന്നവരല്ലേ? ബാക്കി വെച്ചു കൊടുക്കും. ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും മുസ്ലിം സമുദായം. പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അശാസ്ത്രീയമായ ചില ചികിത്സാ മുറകൾ എന്ന പേരിൽ പ്രചരിക്കുന്നുവെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ചികിത്സകളോട് പുറംതിരിഞ്ഞു നിന്ന് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതിന്റെ മൂല കാരണങ്ങൾ ചില കാരണങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. മൂല കാരണം നമുക്ക് നോക്കാം. മൂല കാരണം
അണ്ടർലൈൻ ചെയ്യണേ, മൂല കാരണത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. നിങ്ങൾ ശാസ്ത്രീയതര ആൾക്കാരല്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവം പ്രമാദമായ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ കോഴിക്കോട് ജില്ലയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല, മലപ്പുറം ജില്ലയിലൊക്കെ വയറ്റാട്ടി എന്ന് പറയും, അത് തെറിയൊന്നല്ല കേട്ടോ. ഇവിടെ എന്താ പറയുന്നൊക്കെ അറിയില്ല, ഹോം നേഴ്സ് എന്നൊക്കെ അതിന് പറയാൻ പറ്റുമെന്നൊക്കെ അറിയൂല. നല്ല മലയാളം നല്ലൊരു ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആ സാധനം, ആ പ്രസവം എടുക്കണ പെണ്ണ്, ആ പെണ്ണിനെ വിളിച്ചിട്ട് വിഷയങ്ങളുണ്ട് ചോദിച്ചു നോക്കുമ്പോഴല്ലേ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ഹോസ്പിറ്റലിലെ പ്രസവം, നിങ്ങളെ ജമിയത്തുലമയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ നടന്ന പ്രസവങ്ങൾ, നിങ്ങളെ കൊളത്തൂകാരൻ മൗലവിയുടെ വീട്ടിൽ നടന്ന ഒരു ഡസൻ പ്രസവം, അതുപോലെ തന്നെ പകര മുസ്ലിയാരുടെ വീട്ടിൽ നടന്ന പ്രസവം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പണ്ട് നമ്മളെ അനമഹാത്മാവ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ നടന്ന പ്രസവം. ഈ പ്രസവത്തിന്റെ കണക്കുകൾ ഇത് നിങ്ങളുടെ കാന്തപുരം വിഭാഗം മുസ്ലിം ജമാഅത്തിന്റെ ഔദ്യോഗിക വയറ്റാട്ടി. വിളിച്ച് പോലീസുകാർ അന്വേഷണം നടത്തട്ടെ. നിങ്ങൾ ശാസ്ത്രീയത പറഞ്ഞിട്ട് കുഞ്ഞാപ്പോളാവേ ആരെയാണോ നിങ്ങൾ കബളിപ്പിക്കുന്നത്? കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ വരുന്നത്. എന്നിട്ട് മൂല കാരണം കേട്ടോളാം. ഇപ്പൊ ട്രോളുകൾ കിടന്നിട്ട് സോഷ്യൽ മീഡിയയില് ആരാ ഞങ്ങളാ മടവൂര് ശൈഖുനാടെ കറാമത്ത് പറഞ്ഞാൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറഞ്ഞാല് യുക്തിവാദി ട്രോളും നിരീശ്വരവാദി ട്രോളും സോഷ്യൽ മീഡിയ വ്യാപകമായ കാല ട്രോളും. ഇപ്പൊ നിങ്ങളല്ലടോ ഈ സമുദായത്തെ പറയിപ്പിച്ചത്, ഈ ഉമ്മത്തിനെ പറയിപ്പിച്ചത്, അഹ്ലുൽ സുന്നയെ പറയിപ്പിച്ചത്. വരട്ടെ, നിങ്ങളെ നേതാവാ പറയും. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരിൽ എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ വിളിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേർന്ന്, ആട് പേർന്ന് 2, 3, 4, നായ 3 മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല, രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളെ കിട്ടില്ല. ജാഫറുലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ മൊത്തം പുറത്തയക്കണിപ്പോ. മറ്റാള് പറഞ്ഞ മാതിരി പുറത്തു പോകുന്നിട്ട് പേടിക്കൊണ്ട് വേണ്ട, ഉള്ളിൽ കുത്തിരിക്കുന്ന അറിയില്ല. ഇത് പുറത്തു പോയിക്കണം, മൊത്തം പുറത്തയക്കണം. എന്താ ശാസ്ത്രീയത? ശാസ്ത്രീയതല്ലേ, ശാസ്ത്രീയതയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഇത് നിങ്ങളാളാ. ഇയാളെ ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോ തൃശ്ശൂർ ജില്ലയിലെ നമ്മളൊരു പഴയ സുഹൃത്തുണ്ട്, SSFന്റെ മുൻ ജില്ലാ സെക്രട്ടറി. അയാൾ ആ AP വിഭാഗത്തെ പ്രതിനിധീകരിച്ചിട്ട് ബഷീർ ചർച്ചക്ക് വന്ന് വളരെ സൗകര്യപ്രദമായി പകരയെ തള്ളി. അപ്പൊ ആ ചർച്ചയിൽ പങ്കെടുത്ത എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചില്ലടോ നിങ്ങൾ ഈ ഉമ്മത്തിനെ? അയാൾ ചോദിക്കണത് കേട്ടോ നിങ്ങള്. ഈ പ്രസംഗിച്ച ഉസ്താദ് എന്ന് പറയുന്നത് പകര മുഹമ്മദ് അഹ്സനി. ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ AP സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായി ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നയാൾ അല്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിൽ ഉള്ളയാളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യം. അങ്ങനെ തള്ളുകയാണ് വേണ്ടത്. അങ്ങനെ തള്ളേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പക്ഷെ തള്ളി വരുമ്പോൾ ആരൊക്കെ പെടും, ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാനുണ്ട്. ആരൊക്കെ തള്ളണെന്ന് കാണങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ. ആ അവതാരകനും ഈ ആരിഫ് ഹുസൈനൊന്നും വരെ സംഘടനാ സംവിധാനം കാര്യങ്ങളൊന്നും അറിയൂലല്ലോ. എങ്ങനെ പകരം നിങ്ങളുടെ തള്ളല്? ആരെ പകരം മുഹമ്മദ് ഹസനി? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഖാളിയായ ചാലിയം മഹല്ലിലെ മുദർരിസ്. എങ്ങനെ നിങ്ങൾ തള്ളല്? ഒരു നടക്കു പോകൂല. നിങ്ങളെ ഗ്രാൻഡ് മുഫ്തി ഖാളിയായ ചാലിയം മഹല്ലിലെ ചാലിയം ജുമുഅത്ത് പള്ളിയിലെ മുദർരിസ് നിങ്ങളെ സംഘടനാ വേദിയിൽ സമീപ സമയം വരെ അയാൾ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ നിങ്ങൾ തള്ളല്? പോട്ടെ,
അയാൾക്ക് ഇപ്പൊ അടുത്തൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അത് അനൗൺസ് ചെയ്തതാരാ? കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ. ഈ പറഞ്ഞ വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചതാരാ? മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുട്ടിപ്പടി തങ്ങൾ. നിങ്ങൾക്ക് ബന്ധല്ലാന്നോ? നിങ്ങൾ തള്ളേ? അങ്ങനെ അങ്ങോട്ട് തള്ളാൻ പറ്റുമോ മക്കളെ? മാണിക്കക്കല്ലുകളെ, ആ സാധുവിനെ അങ്ങോട്ട് വഴിയാധാരാക്കല്ലേ? അത് അവതാരകനും ആരിഫ് ഹുസൈനും ഒന്നും അറിയൂലല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തള്ളുക എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നുകൊണ്ടാ പറഞ്ഞു, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തിന് ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാണ് മെഡിക്കൽ കോളേജിൽ പിന്നെ പോയത് അല്ലേ? അല്ലാഹു റബ്ബി. പ്രസവിച്ചാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്. യാ അല്ലാഹ്. ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ് പറഞ്ഞത്. അതെത്താ തുള്ളി? അവനാന്റെ കുട്ടികളല്ലേ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ ഞാൻ കൊടുക്കലാണ്. അല്ലാഹു റബ്ബി. അപ്പൊ ഡോക്ടർക്ക് കഥ മനസ്സിലായി. മൂപ്പര് ഇന്നെ ഇരുത്തിങ്ങാണ്ട് കുറെ വേളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഏതായാലും നല്ല കാലത്തിന് മൂപ്പരെ കുട്ടിനി എന്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത്. 5ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ട മത്സരം ഉണ്ടായി. ആ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട് ഇന്റെ കുട്ടി ഫസ്റ്റായി. തുള്ളി മരുന്നൊക്കെ ബാക്കിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു, ആ വരുന്ന തുള്ളി മരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് തുള്ളി മരുന്ന് കഴിക്കണ്ടെന്നല്ല, പിന്നെന്താണ് ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അഞ്ചനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് എല്ലാവരും എല്ലാവരുടെ പെണ്ണുങ്ങളും 10ഉം 12ഉം 15ഉം ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാ പ്രസവിക്കണം. എങ്ങനെയുണ്ട്? ഒക്കെ വീട്ടിൽ നിന്നാ പ്രസവിച്ച്. മൂലകാരണം അന്വേഷണം നടക്കട്ടെ. നിങ്ങൾ മൂലകാരണം, നിങ്ങൾ ശാസ്ത്രീയത ആൾക്കാരില്ലേ? തുള്ളി മരുന്ന് കൊടുക്കണേനെ കളിയാക്കുക. അത് തുള്ളിയൊന്നല്ല, ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടോ ഓട്ട മത്സരം നടത്തിയപ്പോ അയാൾ മുഴുവനും ബടായിയുടെ മൊയിലിയാരാ, മുഴുവനും കോമഡിയാ, വിടലൻ കബീറ. അപ്പളക്കപ്പൊ ഓരോ കഥകളുണ്ട് മെനയുന്ന ഈ കൂറ്റൻ പാര നിങ്ങൾക്ക് പാരായിട്ട് മാറിയാണ്. എടോ ഞങ്ങളെ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞില്ലേ? വീട്ടിലും പ്രസവിക്കാം, ഹോസ്പിറ്റലിലും പ്രസവിക്കാം. സുരക്ഷ നിർബന്ധമാണ്, ഉറപ്പുവരുത്തണം. സുരക്ഷ നിർബന്ധമാണ്. സുരക്ഷ ഉറപ്പില്ല, ആശങ്കയുണ്ടോ? മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക്. ഇനി ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കുന്നില്ലേ? വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കുന്നില്ലേ? മരണം അത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാൽ മരിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മരിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മരണവും ജനനവും ദൈവ നിശ്ചയമാണ്, അല്ലാഹുവിന്റെ ഖളാ ആണ്. അതിൽ നമുക്ക് യാതൊരു ഇടപാടുമില്ല. അതേസമയം മനുഷ്യൻ ജീവന് വിലയുണ്ട്. സുരക്ഷാ ഭീഷണിയുണ്ടോ? അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആശങ്കയുണ്ടോ? നമ്മൾ കളിക്കേണ്ട കളിയല്ലത്. എന്നിട്ടിങ്ങനെ പറയാ ഏതാ മൂലകാരണം? നിങ്ങളെ ഔദ്യോഗിക നേതാവാ, സംസ്ഥാന സെക്രട്ടറിയാ മുസ്ലിം ജമാഅത്തിന്റെ. ഇഞ്ഞോ അടുത്ത ആള് വരുന്ന മുഷാവറയുടെ സെക്രട്ടറി, സാക്ഷാൽ നിഴൽവാദിയായ പേരോട് മൗലാന വെറ്റില മൗലവി. വരട്ടെ അയാള്. ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു ഒരു വെറ്റില വാങ്ങാം, ആ വെറ്റില നന്നായിട്ട് കഴുകി തുറക്കുക, ആ വെറ്റിലയുടെ മേലെ ഈർക്കിലി എടുത്തിട്ട് ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതുക. എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക, വാൽഖത്ത് മാ ഫീഹാ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ വെറ്റിലേമന് പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ എന്നിങ്ങനെ എഴുതി നിറക്കുക. എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക. അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി ആ നീരിറക്കുക.
അങ്ങനെ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിഷമമൊന്നുമില്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പ്രസവിപ്പിച്ചാൽ വളരെ സന്തോഷം, പ്രസവിച്ചിട്ട് വിളിക്കുക അറിയാം. കുറച്ച് കഴിയുമ്പോ എന്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, വെറ്റില തിന്നലും പ്രസവിക്കലും, വെറ്റിലയുടെ നീരിയത്തലും പ്രസവിക്കലും. കണ്ടോങ്ങള് ശാസ്ത്രീയത എന്താ മൂലകാരണം? എന്തുകൊണ്ടാണ് ലത്തീഫി അവരുടെ ഭാര്യയെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായതെന്താ? 2 പ്രസവം അയാളുടെ ഹോസ്പിറ്റലിലാണ് നടന്നത്. ഇത് 5ാമത്തെ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മരണം സംഭവിക്കുന്നത്. ഇതിന്റെ മുമ്പുള്ള 2 പ്രസവം നിങ്ങളെ കൂടെ ഉള്ളപ്പോ നടന്നതല്ലേ? എവിടുന്നാ പ്രചോദനം ഉൾക്കൊണ്ടത്? ഈ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ആ വയറ്റാട്ടിയുടെ നമ്പർ ആര് കൊടുത്തതാ? നിങ്ങളെ മുൻ പരിചയക്കാരായ കാന്തപുരം വിഭാഗത്തിലെ നേതാക്കന്മാരുടെ വീട്ടിലെ പ്രസവമെടുത്ത പെണ്ണിന്റെ നമ്പർ എങ്ങനെ ലത്തീഫിയുടെ കയ്യിൽ വന്നു? അന്വേഷണം നടക്കട്ടെ. നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവരെ കബളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. എന്നിട്ട് ഞങ്ങളെ പെരടിയിൽ കിടവിടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ വന്യരായ ശൈഖുന ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ പോകണം, ചികിത്സ തേടേണ്ട സമയത്ത് ചികിത്സ തേടണം, മരുന്ന് കഴിക്കേണ്ട സമയത്ത് മരുന്ന് കഴിക്കണം. അഹ്സനി ഉസ്താദിന്റെ ഭാര്യ, അൻവരി ഉസ്താദിന്റെ ഭാര്യ, എന്റെ ഭാര്യ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരുടെ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളെ ഇഖ്വാനിങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, പെൺമക്കൾ, അവരൊക്കെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാ. എന്നിട്ട് ഞങ്ങളെ മേൽക്ക് കുതിര കയറുക. എന്നിട്ട് വാളക്കുളത്തുകാരൻ പറയുന്ന മൂലകാരണം അന്വേഷിക്ക്. ഇതൊക്കെ നിങ്ങൾ ഔദ്യോഗിക നേതാക്കന്മാരല്ലേ? ഇനി അതാ വരുന്നു. നേരത്തെ പറഞ്ഞതാരാ? കൂറ്റൻപാറാരാ? മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി. ശേഷം പറഞ്ഞതാരാ? AP വിഭാഗം സമസ്തയുടെ മുഷാവറ സെക്രട്ടറി. ഇനിയോ യുവജന വിഭാഗം SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സീമന്തപുത്രൻ വരട്ടെ. വിമൻസ് ഈവനിംഗ് തുടരുകയാണ്. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായി SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹാരി. സിസേറിയൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണ്. ഒരു കുട്ടി 4 വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. സിസേറിയൻ ഇല്ലേ, ഈ നാട്ടിലുണ്ടോ? അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13-നാണ് ഡേറ്റ്. അപ്പൊ 10-ന് എന്നെ അഡ്മിറ്റ് ചെയ്തോടെ. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13-നൊന്നും പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാതെ സാരമില്ല, നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും 1 ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20-നാണ് ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം, അല്ലെ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി, ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലാഹു തആല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യമില്ല. ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയാണെന്ന് തോന്നുന്നു, പൊതുവേദിയിൽ പറയുന്നവരുണ്ടല്ലോ. ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ആരെങ്കിലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത്, AP അബ്ദുൽ ഹക്കീം അസ്ഹാരി പറയുന്നത് 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്നാണ്. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് സിസേറിയൻ എന്നത് തട്ടിപ്പ് ഏർപ്പാടാണ്. ഡോക്ടർമാർ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിസേറിയൻ നടത്തുന്നത് എന്നാണ്. ഒരു ദിവസം 20-ന് പ്രസവിക്കേണ്ടതാണെങ്കിൽ 14-ന് തന്നെ അഡ്മിറ്റ് ആക്കും, 15-ന് സിസേറിയൻ നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിചിത്രമായ ഭാഗം 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആരും ഇതുവരെ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരമൊരു വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കീർത്തന. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രസവത്തിനിടെ യുവതി മരിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ വന്ന് പോയതായിരിക്കും. ഇത്രയൊക്കെ നമ്മുടെ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക കീർത്തന, ഏറ്റവും ഈ കരയിലെ ഏറ്റവും കൂടുതൽ ജസ്റ്റേഷണൽ പീരീഡ് ഉള്ളത് ആനയ്ക്കാണെന്നാണ്
എന്റെ അറിവ്. അത് തന്നെ 18 മുതൽ 22 മാസമാണ്. ഈ 4 വർഷമൊക്കെ എങ്ങനെയാണ് കുട്ടി വയറ്റിൽ കിടക്കുന്ന ജീവനോടെ എന്നുള്ളത് അറിയില്ല. പുരോഗമിക്കുമ്പോഴും ഇത്രയും ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ വിളമ്പാനുള്ള ഒരു ചങ്കൂറ്റം അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇതിപ്പോ കേട്ടിരിക്കുന്ന ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, നമുക്ക് കഴിഞ്ഞ ഈ 4 വർഷം വയറ്റിലിട്ടോണ്ട് നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സീരിയലുകളിൽ. അല്ലാതെ ഞാനത് അല്ലാത്ത ജീവിതത്തിൽ കണ്ടിട്ടില്ല, റിയൽ ലൈഫിൽ കാണാറില്ല. എങ്ങനെയുണ്ട് ഇതൊക്കെ പറയുമ്പോ ഈ അന്തം കമ്മിത്തരം പറയുമ്പോ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ അവസ്ഥയിലേക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ട്രോളാണ്, അവതാരികള് ജമായത്തായിട്ട് ട്രോളുക. വാളക്കുളം എന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈ ഒക്കെ അങ്ങനെ ഇരിക്കണല്ലോ, എന്റെ കാര്യം ആലോചിച്ചിട്ട് അവർ അന്തം വിടുകയാണെന്ന്. അതാ എന്റെ മൂല കാരണം, മനസ്സിലായില്ലേ? മൂല കാരണം ശാസ്ത്രീയത അല്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ 20-ാം തീയതി ഉള്ളത് 13-ാം തീയതി പറയും. ഇതൊക്കെ ബര ഹോസ്പിറ്റലിൽ നടത്തുന്ന ആൾക്കാരല്ലേ, ബര തരികടാവും, ബരാനുള്ള അതിന്റെ മാനേജ്മെന്റ് ട്രസ്റ്റികള് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കഴിയേണ്ട പരമാവധി ഉണ്ട് പോന്നേട്ടെ എന്നുള്ളവർക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടാവും ഇവര്. അല്ലാണ്ട് ഇവരെ അനുഭവമല്ലേ ഇവര് പറയാ, ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നടക്കുന്നിടത്തോളം പൊളിക്കല് നടക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, ഈ രൂപത്തില് എന്നിട്ടിങ്ങനെ പറയാ എന്തൊക്കെയാ വിളമ്പണത്, ട്രോളാൻ ആളുകൾക്ക് അവസരം ഉണ്ടാ. നിങ്ങളിപ്പോ ഈ പറഞ്ഞത് എവിടുന്ന് കണ്ടിട്ടാ പറഞ്ഞത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വിഷയം എവിടെയെന്നറിയോ? നിങ്ങൾ അവിടെ ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് എന്നൊന്നും പറയണ്ട. ഹബീബരായ തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിം സ്ത്രീകൾക്ക്, മഹാൻ മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ വിഷയത്തിൽ ഹബീബരായ തങ്ങൾക്കുള്ള അധികാരം ഞങ്ങൾ കിതാബുകളിൽ നിന്ന് ഞങ്ങളെ അഹ്സനി ഉസ്താദ് കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞപ്പോ അത് നിങ്ങൾ ഇങ്ങനെ ട്രോളായിരിക്കില്ലേ, അതിട്ടിട്ട് ഇങ്ങനെ പരിഹസിച്ചില്ലേ? ചോദിക്കട്ടോ, നിങ്ങളല്ലേ ഇപ്പൊ അവസരം കൊടുത്തത്? ഇത് സോഷ്യൽ മീഡിയ ഉള്ള കാലല്ലേ? അഭ്യസ്ത വിദ്യർക്കിടയിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ കറാമത്ത് പറഞ്ഞ ട്രോളെന്ന് പറഞ്ഞ നിങ്ങളല്ലേ ഇപ്പൊ ഈ ഉമ്മത്തിനെ പറയിപ്പിച്ചത്, സമുദായത്തെ പറയിപ്പിച്ചത്. എന്നിട്ട് ശാസ്ത്രീയത പറയാണ്. എന്നിട്ട് അശാസ്ത്രീയതയുടെ മൂലകാരണം ഈ പറയപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? പകര അഹ്സനിയെ തള്ളിയ നിങ്ങൾക്ക് ഹക്കീം അഹ്സനിയെ തള്ളാൻ ധൈര്യമുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ തള്ളാൻ ധൈര്യമുണ്ടോ? കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയെ തള്ളാൻ ധൈര്യമുണ്ടോ? കേട്ടിക്കട്ടെ ഒന്നുകൂടി. ആരൊക്കെ ഇത് പറഞ്ഞത്? സുബ്ഹാന ജല്ല ജലാലു സ്വന്തം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചികിത്സയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം മശായിഖന്മാരുടെ തലയിൽ വെച്ച് കെട്ടി ഒരു മരണം സംഭവിച്ചപ്പോ സംഘടനാ വിരോധം തീർക്കുന്ന കാന്തപുരം ഗുണ്ടകളെ, നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ നോളേജ് സിറ്റിയിൽ വന്ന് നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലക്കാരനായ അബ്ദുസത്താറിന്റെ ഡയാലിസിനെ പറ്റി മകൻ പറയാ. ഡയാലിസിനെ പറ്റി പറയുമ്പോ അതിന്റെ മറുപടി അത് വേണ്ട. എന്താ വർത്താനോ? അതെ, ആന ഇടണ്ടിട്ട് ആടിട്ടാലേ പൊളിയോ. ഓർമ്മച്ചോളേണ്ടി, മശായിഖന്മാർ അവരെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുന്ന വർത്താനം മടവൂരി ശൈഖുനാകാൻ അഭിനയിച്ചതാണില്ലേ? അതിന് കിട്ടിയ 8ന്റെ പണി ഞങ്ങൾക്ക്. എന്നിട്ട് പറയാ, നിങ്ങൾ ശാസ്ത്രീയതയോട് പുറംതിരിഞ്ഞു നിൽക്കാത്ത ആൾക്കാരല്ലേ, ചികിത്സയെ ചേർത്ത് പിടിക്കുന്നവരാണില്ലേ? കേട്ടെ പറയട്ടെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമീപനം വെച്ചുകൊടുക്കും. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാള് കണ്ണൂരില് കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ എപ്പോഴും പറഞ്ഞാൽ ഡോക്ടർ, വേണ്ടാതെ എപ്പോഴും പറഞ്ഞാൽ ഡോക്ടർ. സാറുണ്ട് അൽഹംദുലില്ലാ. കാരണം എന്താ, മൂപ്പരിക്കിഞ്ഞ് അതിന്റെ ശേഷമാണ് അവിടെ ഗ്രാൻഡ് മക്ബർ ഉണ്ടാക്കാനുള്ള ഒരു ആമുഖാണൊക്കെ. അവിടേക്ക് പിരിവിട്ടല്ലോ. ഇത് വാപ്പാനെ വിറ്റിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ മാണിക്കക്കല്ല്. ഇപ്പൊ മൂപ്പര് എല്ലായിടത്തും കൊണ്ടടക്കുക. ഇനി മൂപ്പര് ഇരിക്കും. കാരണം എന്താ, മറ്റാളെ കിടത്തിയിട്ട് മൂപ്പര് ഇരിക്കാൻ പോകുന്നൊരു കാലുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങളാ അവര് നെയ്ത് കൂട്ടുന്നത്. ഇനി വേണ്ട, 3ഉം വേണ്ട, ഒന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നമ്മള് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഇല്ലാന്നാ. നിങ്ങളാണില്ലേ ശാസ്ത്രീയത പറയണത്, നിങ്ങളാണില്ലേ ഹോസ്പിറ്റൽ നടത്തുന്നത്, നിങ്ങളാണില്ലേ ചികിത്സയെ ചേർത്ത് പിടിക്കണത്. വളക്കുളം മൂലകാരണം തിരിഞ്ഞോപ്പാനൊക്കെ തിരിഞ്ഞോ?
ഇതെന്നിട്ട് ചാനൽ ചർച്ചയിൽ ചോദിക്കുകയാണ്. എക്സ് മുസ്ലിമായ ആരിഫ് ചോദിക്കുക, ആ മനുഷ്യനെ കൊണ്ട്, ആ യുക്തിവാദിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് ആരോടോ? നിങ്ങളല്ലേ? അയാൾ ചോദിക്കുന്നത് കേട്ടു നോക്ക്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സംസ്ഥക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളുവോ, എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറഞ്ഞുതരുമോ? അപ്പൊ നമ്മളെ കൂട്ടുകാരൻ കുടുങ്ങുന്ന രംഗാണ്. പക്ഷേ ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് തള്ളിയല്ലോ, പറഞ്ഞു. AP ഉസ്താദ് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഡയാലിസിസ് സംബന്ധിച്ച് ആളല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. യാതൊരു ഔദ്യോഗിക ചുമതലയിലുള്ള ആളല്ല എന്നാണ്. വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ് AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുത്താ പൊങ്ങാത്ത പണിക്ക് നിൽക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോരെന്ന് നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ രണ്ടിലും വീഡിയോ തള്ളാം, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ രണ്ടിലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യം എടുത്ത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദ്. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിട്ടുകൊണ്ട് സമാധാനം. ആ തൊപ്പിട്ട് എന്നതിനടക്കം യുക്തിവാദി പരിഹസിക്കുക. അങ്ങനെ ഈ ഉമ്മത്തിനെ പരിഹസിക്കാനും ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരി തേക്കാനും അവസരം കൊടുത്തത് ഈ കാന്തപുരം സമസ്തയുടെ അറുപ്പിന്തിരിപ്പൻ നിലപാടുകളാ. നിങ്ങൾ എന്നിട്ട് ശാസ്ത്രീയത പറയാ. എടോ, പരിഷ്കർത്താവായി കടന്നു വന്നവര് ഞങ്ങളുടെ മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖുന മടവൂർ. അത് മശായിഖന്മാരാ, അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരാടോ. ഓരോ കാലഘട്ടത്തിലും ഏതൊക്കെ രൂപത്തിലാണ് ഇസ്ലാമിക സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരേണ്ട പരിഷ്കർത്താവാണ്, മുജദ്ദിദാണ്, മുജദ്ദിദുൽ ആലമായ ശൈഖുന മടവൂർ. ആ വഴിയിലുള്ള മഹാന്മാര് സ്വീകരിക്കണ നിലപാട് സ്വീകരിക്കുന്നത്. അല്ലാണ്ട് ഒന്നും വേണ്ട മൂന്നും വേണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. അതൊക്കെ പറയേണ്ട ആളുകളുണ്ട്. നിങ്ങളതിന് ആ രൂപത്തിലുണ്ട് പറയാൻ ഒരുങ്ങിയാൽ വഷളാകൂലേ? അതല്ലേ ഇപ്പോൾ ഉണ്ടായത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത്? നിങ്ങളെ കൂടെ ഉള്ളപ്പോഴൊന്നും ഈ ആദ്യ പൊട്ടത്തരങ്ങൾ വിളിച്ചറിഞ്ഞിരുന്നില്ലല്ലോ, ഈ പിന്തിരിപ്പൻ നിലപാട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ നിങ്ങളിതൊക്കെ പറയാൻ കാരണം? ഇവരുടെ ഉണ്ണലും ഉറക്കവും ഒക്കെ വഹാബികളോടുകൂടെയായി എന്നതാണ്. ഈ ആശയം ഇവിടെ കൊണ്ടുവന്നതാരാ? മടവൂർ ശൈഖുനയെ പോലെയുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാർ. അവർ ഭൗതികമായ സംവിധാനങ്ങളെ ഭൗതികമായി തന്നെ ഉപയോഗപ്പെടുത്തണമെന്നും കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായും ജീവിച്ച മഹാനരാണ്. അവരുടെ വഴിയിലുള്ള മഹാന്മാരും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവരെയൊക്കെ തള്ളുന്ന ഈ വഹാബി പുരോഹിതന്മാർ അവര് സമൂഹത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്താ? നേരത്തെ ഇവരുടെ മുസാവർ ഔദ്യോഗികമായി മുഖാമുഖത്തിനൊക്കെ മറുപടി പറയാൻ നിയമിച്ച വാളക്കുളം മൗലവിയുടെ ആദ്യത്തെ ചോദ്യം നമ്മൾ മറന്നിട്ടില്ല. ഇതിന്റെ മൂല കാരണം എന്താണ്? കാന്തപുരം വിഭാഗം ഇത്തരം പിന്തിരിപ്പൻ ആശയത്തിലേക്ക് പോകാനുള്ള മൂല കാരണം, ഞങ്ങളൊന്നും ആ സംഘടനയിലുള്ളപ്പോ ഇമ്മാതിരി അന്തംഗമ്മിത്തരം പറയാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് തിരുത്തും. ചോദിക്കുന്നുണ്ടല്ലോ, ആ അവതാരിക ചോദിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് ആരും തിരുത്തി കൊടുത്തത് കണ്ടിട്ടില്ല എന്ന്. എല്ലാരും ഈ കോലത്തിലല്ലേ ഉള്ളത്. സീരിയല് കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഹക്കീം മൗലവി എന്നാ പറയുന്നത് അവതാരിക. അതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഏതൊക്കെ സീരിയല് കണ്ടിട്ട് അതിലെ കഥകളാണോ പറഞ്ഞതെന്ന് അറിയൂലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളാണ് ഇവിടെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക്
അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്ന ആളുകൾക്ക്, യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് ഇസ്ലാമിനെ ട്രോളാൻ വഴിമരുന്നിട്ട് കൊടുത്തത് നിങ്ങളാ. അതിന് നിങ്ങൾ അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോകാനുണ്ടായ കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, വഹാബി മൗലവിയുടെ ആശയം. റസൂലുള്ളാഹിക്ക് നയലുണ്ട് എന്ന വഹാബിയുടെ ആശയത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ? ഹബീബരായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചാകുമെന്ന വഹാബി വാദം നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന വാദം കൊണ്ടുവരുന്നില്ലേ? മുത്തു റസൂലിന്റെ ശരീരം തീയിലിട്ടാൽ കരിയുമെന്ന വാദത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? മശായിഖന്മാരില്ല, മടവൂർ ശൈഖുന മാനസിക രോഗിയാണ് എന്ന വഹാബി വാദത്തിലേക്ക് നിങ്ങളെ നേതാക്കന്മാരും രണ്ടാംകിട നേതാക്കന്മാരും ഒക്കെ കടന്നു വന്നില്ലേ? അപ്പൊ ആ ആശയത്തിലേക്ക് വഹാബിയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നപ്പോ ആ വഹാബിയുടെ പിന്തിരിപ്പൻ ആശയം നിങ്ങളിലേക്കും വന്നു. വഹാബി മൗലവിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്താ കേട്ടു നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചു ആര്? കാന്തപുരം വിഭാഗത്തിലെ ആൾക്കാർ. ആ ആലോചിച്ചിട്ട് നിങ്ങൾ എത്തിയ തീരുമാനമാണ് ഇതിന്റെ മൂലകാരണം. മൂലകാരണം മറക്കരുത്. വാളക്കുളം മൗലവി പറഞ്ഞ മൂലകാരണം വഹാബിയോടൊപ്പം ഉണ്ണലും ഉറങ്ങലും ഒക്കെ വഹാബിയോടൊപ്പം ആയതാണ് നിങ്ങൾ ഈ ഒരു ഗതികേടിലേക്ക് എത്തിപ്പെടാനുള്ള മൂലകാരണം. അപ്പൊ മൂലകാരണം ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചിട്ട് സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോ ആ മരണവുമായി ബന്ധപ്പെട്ട് അതിനെ ഈ വിഷയത്തിലേക്ക് അതിനെ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി ഫാസിസം കളിച്ച് മഹാന്മാരായ മശായിഖന്മാരെ അതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഈ മൗലവി പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. വാളക്കുളം മൗലവി പച്ചക്കളവ് പറയുന്നത് സ്വന്തം ഭാര്യ ജീവിതത്തോട് മല്ലടിച്ചു കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. സഹോദരങ്ങളെ, ഈ തരത്തിൽ ഈ മനുഷ്യനെ അധപ്പതിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഈ വ്യാജസിദ്ധന്മാരിലുള്ള വിശ്വാസമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജസിദ്ധന്മാർ കുരുവട്ടൂരികൾ, അവർ സമൂഹത്തെ ഈ അറിവില്ലായ്മയിൽ തളച്ചിട്ട് അവരുടെ സാമ്പത്തികമായ ചൂഷണം നടത്തി, അവരുടെ എല്ലാ അർത്ഥത്തിലും അവരെ ചൂഷണം നടത്തി, അവരിങ്ങനെ അടിമകളാക്കി വെച്ച് ഈ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് അവരെ തള്ളിവിട്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വ്യാജസിദ്ധന്മാരും എങ്ങനെയുണ്ട്? പച്ചക്കളവ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവാനന്തര മരണവുമായി ബന്ധപ്പെട്ട് മശായിഖന്മാരുടെ പേരിൽ പച്ചക്കളവ് വെച്ച് പുലമ്പുന്ന മൗലവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ള ഷെയ്ഖിന്റെ നിർദ്ദേശമാണ്. തെളിയിക്കണമാണെങ്കിൽ ഞങ്ങളെ ഷെയ്ഖുന ഞങ്ങളോട് പറയുന്നത് എന്താ? നമുക്ക് അള്ളാഹു നൽകിയ ഹിദായത്ത് അത് കഴിച്ചാൽ ആഫിയത്താണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമായ പരിരക്ഷ, അതിന്റെ സുരക്ഷിതത്വം അത് നമ്മൾ ഉറപ്പുവരുത്തണം. ചികിത്സ ആവശ്യമായി വരുമ്പോ ഏറ്റവും നല്ല മികച്ച ചികിത്സ കൊടുക്കണം. ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ മശായിഖന്മാർ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒക്കെ ഭാര്യമാര് പ്രസവിച്ചത് ഹോസ്പിറ്റലുകളിലല്ലേ?
ഞങ്ങളെ ഇഖ്വാനീങ്ങളുടെ ഭാര്യമാരും പെൺമക്കളും സഹോദരിമാരൊക്കെ പ്രസവിച്ചത്. എന്നിട്ട് ഇല്ലാത്ത കളവ് നിങ്ങളെ മൗലവിമാർ കാന്തപുരം വിഭാഗത്തിലെ നേരത്തെ ഞാൻ ഇവിടെ കേൾപ്പിച്ച അറുപിന്തിരിപ്പൻ സമീപനവുമായി കടന്നു വന്ന പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിച്ച കാലത്ത് നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാര്യയുടെ പ്രസവം വീട്ടിൽ നിന്നാക്കി ആ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞങ്ങളെ മശായിഖന്മാരെ വലിച്ചഴച്ചിട്ട് കണ്ണടച്ചീരിട്ടാക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അതിവിടെ നടക്കുകയില്ല. കളവ് പറയുന്നൊരു മടിയില്ലല്ലോ, ശുദ്ധമായ കളവ്. ഇതേ മൗലവി തന്നെ ഈ മരണം സംഭവിച്ച അന്ന്, ഈ വിഷയം പുറത്തു വന്ന അന്ന് ഈ മൗലവി വാട്സപ്പിലൂടെ പച്ചക്കള്ളം പറയുന്നത് മറ്റൊരു കളവ് കേട്ടു നോക്കൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കളവ് വെച്ചോളൂ. ഈ വ്യാജ ശേഖന്മാര് അവരുടെ സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ഈ ലത്തീഫി അയാള് ഭാര്യ കരഞ്ഞു പറഞ്ഞിട്ടും ബ്ലീഡിങ് അങ്ങേയറ്റുണ്ടായിട്ടും അതുപോലെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഭാര്യ തന്നെ കരഞ്ഞ് ആവശ്യപ്പെട്ടിട്ടും മരണത്തോട് മല്ലടിക്കുമ്പോഴും ആ ഭാര്യയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൂരനായി മാറിയത്, മനുഷ്യ മൃഗമായി ഇയാൾക്ക് മാറാൻ കഴിഞ്ഞത് ഇയാളൊരു കുരുവട്ടൂരി ആയതുകൊണ്ടാണ്. പച്ച നോണ വിളിച്ചു പറയാ. ആന പ്രസവിക്കണില്ലേ, ആട് പ്രസവിക്കണില്ലേ, നായ പ്രസവിക്കണില്ലേ? 10 മാസമാകുമ്പോഴത്തേന് പൊട്ടിയിട്ടിന് പുറത്തേക്ക് വരുമെന്ന് പേടിക്കൊന്നും വേണ്ട, 4 കൊല്ലം വരെ ഉള്ളിൽ കിടക്കും. തുള്ളിമരുന്ന് കൊടുത്തപ്പോ അത് തുള്ളിമരുന്നല്ല, ഗ്ലാസ് ഒട്ടാകോ കൊടുക്കുക. ഡയാലിസിന്റെ വിഷയം വന്നപ്പോ ഒന്നും വേണ്ട 3 വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടാന്ന് തന്നെ. ഇതൊക്കെ പറഞ്ഞങ്ങള് നിങ്ങളല്ലടോ മനുഷ്യജീവൻ അപഹരിച്ച ക്രൂര മനസ്സിന്റെ ഉടമകൾ? എന്നിട്ടത് മറ്റുള്ളവരുടെ മേലിലേക്ക് ചാർത്തി വെക്കുകയോ? കളവ് പറയുന്നൊക്കെ ഒരു മടിയില്ലല്ലോ. കളവ് പറയല് സർട്ടിഫിക്കറ്റ് നേടിയ മൗലവിയാണ് ഈ വളക്കുളം മൗലവി. നമ്മളെ വെല്ലുവിളിച്ചിരുന്നല്ലോ, തെളിയിക്കുകയാണെങ്കിൽ. അതിന് ഉളുപ്പ് വേണ്ടേ? എല്ലാ സ്ഥലത്തും നടന്നിട്ട് എടോ ആദർശം കൊണ്ട് നേരിട്. സംഘടനാ വിരോധം തീർക്കൽ ഇത്തരം ഘട്ടങ്ങളില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ സംഘടനയുടെ പ്രഭാഷകർ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെ മോശമായ കേസുകൾ, അതിൽ നിങ്ങളുടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രഭാഷകർ അകപ്പെട്ടപ്പോ ഞങ്ങളതെടുത്ത് ആഘോഷിച്ചിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ മാന്യതയ്ക്ക് യോജിച്ചതല്ല. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന നമ്മുടെ പ്രഭാഷകന്മാർ അത്തരം പോക്സോ കേസുകളിലും മറ്റൊക്കെ പെട്ടപ്പോ ഞങ്ങൾ അവരോട് വാട്സപ്പിൽ സംസാരിച്ചതെന്താ, ഇന്നും അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ കേട്ടു സഹോദര, അത് സത്യമാവാതിരിക്കട്ടെ, വീണ്ടും നിങ്ങൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ അവസരമൊരുങ്ങട്ടെ എന്നാ ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളത് നിങ്ങളെപ്പോലെ മൃഗീയമായ സംസ്കാരത്തെയും അധപ്പതിപ്പിക്കുന്ന രൂപത്തിൽ അതെടുത്തിട്ട് ആഘോഷിക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. അത്തരം കേസുകളിൽപ്പെട്ട ആളുകൾ ജാമ്യത്തിനിറങ്ങിയിട്ട് ഞങ്ങളെ വിളിച്ചില്ലേ? ഞാൻ ഇത്തരം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം നിങ്ങളുടെ ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറയാൻ പാടില്ലാത്ത വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ കാണണം, മാപ്പ് പറയണം എന്ന് നിങ്ങളുടെ പ്രഭാഷകർ, ഇന്നും സ്റ്റേജിലുള്ള പ്രഭാഷകർ അത്തരം ദുരന്തങ്ങളിൽപ്പെട്ടപ്പോ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, ഒന്നിരായ ഹസനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത കേസുകളിൽ നിങ്ങൾ അകപ്പെട്ടപ്പോഴും ഞങ്ങളോട് വിളിച്ചിട്ട് കുമ്പസാരം നടത്തിയപ്പോഴും ഞങ്ങൾ അതിനോട് മാന്യമായി മാനുഷിക പരിഗണന വെച്ചിട്ടല്ലടോ ഞങ്ങൾ പ്രതികരിച്ചത്. അത് ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കാര. നിങ്ങളിത് വ്യക്തിവിരോധം തീർക്കാനും സംഘടനാ വിരോധം തീർക്കാനും ഒരു മരണം കിട്ടി അത് ഉപയോഗപ്പെടുത്തുക. കടപ്പുറത്താരയിലൊക്കെ പോകുന്നുണ്ടോ നോക്കിയിട്ട് അടക്കുക. ഞങ്ങൾ ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് രൂപത്തിൽ പോകണം, ഞങ്ങളെ നിസ്കാരം, ജമ്മിന്റെയും കസറിന്റെയും മസാല പഠിക്കാതെ ഈയൊക്കെ എങ്ങനെയാ ചങ്ങായി സക്കാഫിയായത്? വാളക്കുളം. എന്നിട്ട് അതിന് മൂട് താങ്ങാന് ഒരു കൊട്ടുക്കരക്കാരൻ അഹ്സനി വേറെയും. ഇവർ എങ്ങനെ അഹ്സനിയായത്? ഒരാളുടെ യാത്ര എവിടുന്ന് പുറപ്പെടുന്നു, എവിടേക്ക് പോകുന്നു, നിസ്കാരം എവിടെ നിന്ന് നിർവഹിക്കുന്നു ഒന്നും അറിയാതെ ചൊവ്വാല് 2-ന് ചാവക്കാട് കടപ്പുറത്ത് പോയപ്പോ അതിനെപ്പറ്റി വാളക്കുളം മൗലവി പറഞ്ഞ ശുദ്ധമായ കളവ്.
ശുദ്ധമായ കളവ്. വാട്സപ്പിൽ നിരങ്ങല്ലേ, കേട്ടു നോക്കുങ്ങൾ വെച്ചു കൊടുക്കും. അസറിന് വന്ന് മഗ്‌രിബും കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് ഇവരവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തപ്പോ കുഞ്ഞഹമ്മദ് പറഞ്ഞല്ലോ, ഞാന് മുസാഫിറാണ്, ജമ്മു കസറൊക്കെയാണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല ചങ്ങായി എന്റെ നാടും ഇവിടെ ആയിട്ട് 7 കിലോമീറ്ററിലെ വ്യത്യാസമുള്ളൂ, 7 കിലോമീറ്ററിന് പോന്നാൽ ഏതടിസ്ഥാനത്തിലായിട്ട് ജമ്മു കസറൊക്കെയാന്ന് ചോദിച്ചു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തൊഴിയൂരും ചാവക്കാട് കടപ്പുറം തമ്മിൽ 7 കിലോമീറ്റർ അല്ലേ വ്യത്യാസം. ഞാൻ ചോദിച്ചു, ആരെ പറഞ്ഞത് ഞാൻ തൊഴിയൂരൊക്കെ താമസിക്കണമെന്ന്? അപ്പൊ ഇതിപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്റെ അരണബുദ്ധി കേട്ടോളൂ നിങ്ങൾ. കാരണം വലിയ ആളോട് തന്നെ നമ്മളെ മശായിഖന്മാർ ചോദിച്ചില്ല നിങ്ങൾക്ക് അരണബുദ്ധിയാണ്. പിന്നെ അണികളെ കാര്യം പറയണ്ടോ? ഇവന്റെ ബുദ്ധി അരണബുദ്ധിയാണ്, കണ്ടോളൂ നിങ്ങൾ. ഇതൊക്കെ പറഞ്ഞ ആള് 7 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാള് ഈ സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ എന്നെ കുറിച്ചും അഹ്സനി ഉസ്താദിനെ കുറിച്ചും പറയുന്ന ശുദ്ധമായ മറ്റൊരു കളവ്. നോണ പറയാൻ ഒരു മടിയില്ല. ആ റെക്സോണ സോപ്പൊക്കെ ഇങ്ങക്കാട്ടോ, നിങ്ങൾക്ക് റെക്സോണ പോരാ, നിങ്ങൾക്ക് പിയേഴ്സൺ ആയിരുന്നു. ആ എന്തൊരു നുണയാണ്, എന്തൊരു വിടലൻ കബീറ. ഇമ്മാതിരി തള്ളാൻ പാടുണ്ടോ? നോക്കിങ്ങള്. ഇപ്പൊ ഓനെ ആദ്യം പറഞ്ഞത് മറന്നു, എന്നിട്ട് പൊട്ടത്തരം വിളിച്ചറിയണ നോക്കി നിങ്ങൾ അരണബുദ്ധിയാണേ. ആ വെച്ചുകൊടുത്തു. കുരുവട്ടൂരിയൻ മൗലവിമാരായ നൗഷാദും തൊഴിയൂരടക്കമുള്ള മൗലവിമാരെ താമസമാക്കിയ സ്ഥലമാണ് ചട്ടിപ്പറമ്പ്. അവിടെ എന്തിനാണ് ഇവർ വരുന്നത്? എന്തിനാണ് ഇത്തരം ദുരൂഹമായ ജീവിതം നയിക്കുന്നത്? ആരടാ ചെങ്ങായി എന്നോട് പറഞ്ഞത് അഹ്സനി ഉസ്താദും ഞാനൊക്കെ ചട്ടിപ്പറമ്പിലാ താമസിക്കണത്? ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസലും ഫസലും ഉണ്ടെങ്കിൽ, അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കട. ആൺകുട്ടിയാണെങ്കിൽ അഹ്സനി ഉസ്താദ് താമസിക്കുന്നത് ചട്ടിപ്പറമ്പിലാണ്, ഞാൻ താമസിക്കുന്നത് ചട്ടിപ്പറമ്പിലാണ്. നോണ പറയാൻ ഒരു മടിയില്ലാത്ത വർഗം. അപ്പൊ നേരത്തെ പറഞ്ഞ അരണബുദ്ധി മറന്നുപോയി. ചാവക്കാട്ട് നിന്ന് 7 കിലോമീറ്റർ ഉള്ളോ? ചാവക്കാട്ട് നിന്ന് 7 കിലോമീറ്റർ ഉള്ള ദൂരത്ത് ഏത് ചട്ടിപ്പറമ്പാ? ഏത് ചട്ടിപ്പറമ്പാണ്? അപ്പൊ ഇത് വന്നപ്പോ നേരെ ഇങ്ങോട്ട് മാറി പച്ച നോണ പറയാ. ഇതിന് പ്രതികരിക്കേണ്ടത് ബാലുവാ. ബാലു ഒന്ന് പ്രതികരിച്ചോട്ടെ മോനെ. തൽക്കാലം വെക്കട്ടെ. 3 പടായി പൊട്ടിച്ചതിന് ബാലുവിന്റെ വക ഉപഹാരം. ഉളുപ്പില്ലല്ലോ ചങ്ങായിമാരെ നിങ്ങൾക്ക്. കളവ് പറയാ. ഞങ്ങളെ എവിടെ പോകണം? ഏത് രൂപത്തിലുള്ള? അവിടേക്ക് പോയപ്പോ ചൊവ്വാൽ 2-ന് പോയപ്പോ തലയെ കെട്ടും കെട്ടിയിട്ടല്ലേ പോയത്? ഇപ്പൊ ഇന്നലെ പറയണ് എന്താ തൊപ്പിട്ടിട്ടല്ലേ പോയത്? ഞങ്ങള് തൊപ്പിട്ടിട്ടാ പോണ്ട്, തലയെ കെട്ടിട്ടാ പോണ്ട്, കന്തൂറട്ടിട്ടാ പോണ്ട്, കുർത്തട്ടിട്ടാ പോണ്ട്, എങ്ങനെ പോണ്ട്, അതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാര്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? ഇതെന്താ നിങ്ങൾ ഇവിടുത്തെ ഒരു കാന്തപുരം താലിബാനിസോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാ ടൈഗർ സുന്യൊക്കെ ഉണ്ടല്ലോ, ജമിയത്തുൽ ഇഹ്സാനിയ, പണ്ടത്തെ കഥ. ആ സിനിമാ തിയേറ്ററിന് തീയൊടുക്കലും കള്ളിഷാപ്പ് കത്തിക്കലും അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരലും ആളുകളെ കൊല നടത്തലൊക്കെ നിങ്ങൾ നടത്തിന്ന് ഞങ്ങള് പറയണല്ലോ, പത്രത്തിൽ വന്നതാ. ആ ഗുണ്ടായിസായിട്ട് മശായിഖന്മാരെ മക്കൾക്ക് നേരെ വരാനാണ് തീരുമാനമെങ്കിൽ അത് ഈ ഉലകത്തിന് നടക്കില്ല. ഓർമ്മ വേണം. അതുകൊണ്ട് ഈ അതിബാഡായികൾ വിളിച്ചു പറഞ്ഞ് സമൂഹത്തിൽ സ്വയം പരിഹാസ്യരാകരുത്. ഇപ്പൊ എന്റെ മൂലകാരനം തിരിഞ്ഞില്ല എനിക്ക്.